മോളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ. ഓ എന്തിനാ? അച്ഛനെ കാണാനാന്നോ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ വന്നിരുന്നു. ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ. വയലിൻ വയലിൻ. അത്രയുള്ള അകത്തോട്ട് വരാ. അകത്തോട്ട് വരട്ടെ. സൂക്ഷിച്ചു വരണം. വാച്ചറ വാതിലുറക്ക്. വാച്ചറ തുറക്ക് ജി. ഞാൻ വാച്ചറല്ല. അല്ലേലും തുറക്കാതല്ല. തുറക്കുകയാണ്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വാച്ചറെ? ഞാൻ വാച്ചറല്ലെന്ന് പറഞ്ഞു. ആ കള്ളന്മാരുടെ ശല്യം അല്ലേ വാച്ചറ? കാലത്ത് ചെടി നിരീക്ഷണമായിരിക്കും. മോൾക്ക് എല്ലാ ചെടികളോടും വലിയ സ്നേഹമാണല്ലേ? ഏത് സൈസ് ചെടികളോടാണ് കൂടുതൽ സ്നേഹം? ഓ എല്ലാ സൈസ് ചെടികളെ പറ്റി അറിയാമോന്നോ? എന്നാലേ ഇതേത് വെറൈറ്റിയാ? ഇതോ? ഇത് സരോഷ്യ ഫാമിലി. ഇതൊരു പ്രത്യേകതരം വെറൈറ്റി ആണ്. ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വെറൈറ്റി. സരോഷ്യ. സരോജ് വില്ലയിലെ മോൾഡ് ഷ്യ എന്ന് പറഞ്ഞ കൃഷ്യ സരോഷ്യ. എന്റെ മോളെ, ഈ ചെടിയും പൂവൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടാ കൊള്ളാം. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ആളുകൾ പറയും കാട് പിടിച്ച് കിടക്കുന്നു. അയ്യോ ബെസ്റ്റ് ചിരി. സത്യം പറഞ്ഞ പൂക്കളേക്കാൾ ഭംഗിയാ മോളുടെ ചിരിക്ക്. നല്ല ഉടുപ്പും. ഈ ഇത്തരം ഉടുപ്പുകളാണ് നമുക്ക് ഇഷ്ടം. ഇതിനെന്ത് വില വരും? ഒരു 499 രൂപ 95 പൈസ 2 പൈസ എക്സ്ട്രാ. അയ്യോ കുറഞ്ഞ വിലക്ക് ഇതുപോലെ 2 എണ്ണം വാങ്ങിക്കണം. സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. എന്തിനാ ഇട്ടോണ്ട് നടക്കാനാ? അയ്യേ എനിക്കല്ല, എന്റെ വീട്ടിൽ ഇതേ സൈസിൽ 2 എണ്ണം ഉണ്ട്. മീനാക്ഷി ശ്രീകുമാരി കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുന്നു വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ പോലെ കാശുള്ളവരുടെ ദേഹത്ത് ഇതൊക്കെ കിടന്നാൽ കാണാൻ കൊള്ളാം. സസ്പെൻഷൻ നടക്കുന്ന ഈ വയലിൻ വേണുഗോപാലിന്റെ പെങ്ങന്മാരുടെ ദേഹത്ത് കിടന്നാൽ ചേരൂല. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അകത്തെടുത്തോ ഡാഡി? നടപടി ഉടനെ ഉണ്ടാവും. വയലിൻ നന്നാക്കിയോ? പിന്നെ അതല്ലേ കാലത്തെ വന്ന്. ഇന്നലെ തന്നെ ഉണ്ണിയുടെ കൊടുത്തയച്ച് നന്നാക്കിച്ചു. അവൻ തന്നെ കാശും കൊടുത്തു, കമ്പിയും മാറ്റിയിട്ടു. എന്റെ എവിടുന്ന കാശ്? എങ്കിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒന്ന് വായിച്ചൂടെ? പിന്നെന്താ? ലളിത വേണോ ശാസ്ത്രീയ വേണോ? അല്ല, ലളിതമായിട്ട് പിടിക്കണോ ശാസ്ത്രീയമായിട്ട് പിടിക്കണോ? ലളിത ശാസ്ത്രീയൊന്നും വേണ്ട. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാ എനിക്കിഷ്ടം. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് മോക്ക് ഇഷ്ടം. പൂക്കൾ ഉണരണം അല്ലേ? ഉണരണം. ഉണരൂ, ഉണർന്നു പോകും. ഈ ഒറ്റ ആലോചനയുടെ കാര്യം പറയാൻ എത്രാമത്തെ തവണ ഞാൻ വരണേ? എന്റെ അമ്മേ, ഓരോ തവണ വരുമ്പോഴും പോകുമ്പോഴും രൂപ എത്ര ചെലവാണെന്ന് അറിയോ? എനിക്കറിയാം, തരുന്നത് ഞാനാണല്ലോ. ചിറ്റപ്പം വരുമ്പോ കല്യാണമേ അല്ല എന്റെ പ്രശ്നം. ചിറ്റപ്പം വന്നതിന്റെയും പോകുന്നതിന്റെയും ടീയും ഡിയും എവിടുന്ന് കടം വാങ്ങിക്കുമെന്നുള്ള. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ആലോചനയ്ക്ക് ഒരു വിലയില്ല അല്ലേ? എന്റെ ചിറ്റപ്പ നമ്മുടെ കൊക്കിന് ഒതുങ്ങാത്ത ആലോചനയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? എന്താ കൊക്കിൽ ഒതുങ്ങാത്തത്? അവനവന്റെ പെങ്ങന്മാരാണെന്നും കെട്ടിച്ചു വിടാൻ പ്രായമായി എന്നുള്ള വിചാരം നിനക്ക് വേണേ? എനിക്കൊട്ടും വിചാരമില്ല, അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ ആ വിചാരം. അതേടാ, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ള വിചാരം. അല്ലെങ്കിൽ ഉള്ള ജോലിയും കളഞ്ഞ് സമയാസമയം കയ്യും കഴുകി ഈ പാത്രത്തിന്റെ മുമ്പ് ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. ദേവകി, നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടല്ലേ അമ്മേ ഞാൻ ഈ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? ഈ മിച്ചത്തിന് അമ്മ കണക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണു, കഴിക്കുന്ന പാത്രത്തിൽ കണ്ണീര് വീഴാൻ പാടില്ല മോനെ. നിന്റെ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ? കണ്ണീരൊന്നുമല്ല മുത്തശ്ശി. അമ്മയുടെ വിഷമം, പെങ്ങന്മാരുടെ വിഷമം, മുത്തശ്ശിയുടെ വിഷമം എല്ലാം എനിക്കറിയാം. ചെയ്യാന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി കെട്ടിച്ചു വിടണമെന്ന ആഗ്രഹം. ലോട്ടറി അടിക്കണം, അല്ലാതെ വഴിയൊന്നുമില്ല. Mr. Mathu, yeah. Can you get me change for 500 rupees? No, sir. Okay, no problem. Then please give me 100 rupees. Thank you. Nah, 100 rupees മതിയോളിയാ? മതിയോന്ന് ചോദിക്കേണ്ട ചിറ്റപ്പനോടല്ലേ. വീട് കലക്കിയിട്ട് പോകാനുള്ള ടീയും ഡിയുമാണ്. ആലോചന കൊള്ളാവോ? കൊള്ളാം. വേറെ വല്ലവർക്കും ആണെങ്കിൽ നമ്മൾ എവിടുന്നാളെ ഈ സ്വർണവും വെള്ളിയെ കൊടുക്കുന്നത്? നീ മിസ്റ്റർ KMK മേനോനെ പോയി കണ്ടോ? കാണാനാ ദിവസം ഞാൻ പോകുന്നത്. ദർശനം തന്നിട്ട് വേണ്ടേ? അവിടെ ചെല്ലുമ്പോഴേ ആ പെങ്കൊച്ചു പറയും പൂക്കൾ ഇരിക്കണ കാണണം, നടക്കാൻ പോവാന്നൊക്കെ. പിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂടെ പോവും. വയറ് കത്തി നിൽക്കുമ്പോഴാ കീർത്തനം വായിക്കാൻ പറയുന്നത്. വായിക്കും. കേട്ടുമടുക്കുമ്പോ കൊച്ചമ്മ കൊട്ടാരത്തിലേക്ക് മടങ്ങും. ആസ്ഥാന വിദ്വാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് വെയിൽ മൂക്കുമ്പോ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും.
നാളെ ഏതായാലും അളിയ ഞാൻ ഇടിച്ചു കയറി അങ്ങേരെ കണ്ടിരിക്കും. നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്കാലോ? എന്തിന്? പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയാലോ? ഗുഡ് മോർണിംഗ് മുതലാളി. എന്ത് വേണം? വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, സസ്പെൻഷൻ, വയലിൻ. അതിന് ഞാൻ എന്ത് വേണം? 2 ദിവസം കഴിഞ്ഞ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നും വരുമായിരുന്നു, സാറിനെ കാണുമായിരുന്നു. മോക്കറിയാം സാർ ബിസി ആയതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ജോലിയില്ലാതെ കഷ്ടത്തിലാണ് മുതലാളി. ചുമ്മാ പറഞ്ഞു വിട്ടല്ലോ, അണിയുണ്ടാക്കിയിട്ടില്ലേ? അതെ, അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. സൂപ്പർവൈസറെ തല്ലുന്നാടോ കൈപ്പഴ? ഒരു തവണത്തേക്ക്. തനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഡിസിപ്ലിനുള്ള ജോലി. ഒരു കാരണവശാലും തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അയ്യോ സാർ, മുതലാളി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. 3 തവണ എനിക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ടറിലെത്തും സാർ. മുതലാളി. ഗുഡ് മോർണിംഗ് ജോബ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. താൻ ഗാനമേളയ്ക്ക് വരുന്നോ ജോലി ചെയ്യാൻ വരുന്നോ? ജോബ് സാറെ, ഞാൻ എന്റെ ജോബ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ജോബ് സാറിന് അറിയാമല്ലോ. മേലിലൂടെ വരുമ്പോ താൻ ഈ വയലിലും കൊണ്ടുവരുത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി എഴുതി വെച്ചിട്ടില്ലേ? സാറിന്റെ പേര് ജോബ് എന്നാണെങ്കിലും ഞങ്ങൾക്ക് ജോബ് എന്ന മുതലാളിയല്ലേ. ജോബ് സമയത്ത് ഞങ്ങളെ ഭരിച്ചാൽ മതി ജോബ് സാറേ. ജോബ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്ത് ജോബ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ജോബ് സാറേ. ഗുഡ് മോർണിംഗ് ജോബ് സാർ. കയറി പോടോ. ചോറ്റുപാത്രവും വയലിനും എന്റെ കബോർഡില്ല ഞാൻ വെക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ മുതലാളി. എടാ, ഇനി നീ വയലിൻ വായിക്കുന്ന എനിക്ക് കാണണോടാ എന്ന് പറഞ്ഞ് വലിച്ചൊരേറ്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാർ. മരിച്ചുപോയ എന്റെ അച്ഛനെ വലിച്ചെറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പോക്രിത്തരല്ലടോ താൻ ഈ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല സാർ. തന്നെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. കിട്ടാൻ വല്ല ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് വാങ്ങിച്ചോണം. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു കുടുംബമാണ് നേരത്തെ കൂടുതൽ സംസാരിക്കണ്ട, തനിക്ക് പോവാം. സർ പ്ലീസ്, സർ പ്ലീസ് ഒന്ന് പറയൂ. മുതലാളി, ഞാൻ പോയി തൂങ്ങിച്ചാവും. എന്നാ പോയി തോന്നിച്ചാ പോ. എങ്കിൽ തൂങ്ങിച്ചാവാ എനിക്ക് മനസ്സില്ല. പിടിച്ചു വിട്ടൊന്നും പോരാ, ഇനി ഞാൻ പോയി തൂങ്ങിച്ചാവണോ? പണം ഉണ്ടെന്ന് എഴുതി വലിയ ആളെന്ന് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണം കുറവായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. വലിയ ബംഗ്ലാവിലെ കണ്ണാടി മുറിക്കാത്തിരുന്നോണ്ട് പാവങ്ങളെ ഗെറ്റൗട്ട് അടിക്കുന്നവന്റെ കൂടെ ദൈവം. ദൈവത്തിന് പോലും പാവപ്പെട്ടവനെ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ജോലി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ജോലി കിട്ടില്ല, എനിക്ക് കുന്നാണോ? അവനെ തിരിച്ചെടുത്തൂടെ? ശരിയാവില്ലടോ, അത് വലിയ പ്രശ്നമാകും. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അയാളുടെ തലയില. എന്നാ താൻ പോയി പകുതി ഒന്നുകൂടെ കൊടുക്കണോ? എന്താ ഇറക്കി താഴെ വെക്കാൻ പറയണോ? കഷ്ടമാണ് പാവം. മുതലാളി, ഇറങ്ങി പോടോ. അല്ല, ഹലോ വേണുഗോപാൽജി, വയലിൻ എന്തൊരു മൈൻഡിലാണ് പോന്നേ? നമ്മൾ ആരുവാ മൈൻഡിയെ? എന്റെ കാര്യം അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ. പിരിച്ചുവിടാനാണോ പറഞ്ഞത്? അയ്യോ അല്ല. എന്നാ അദ്ദേഹം അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പിരിഞ്ഞു വെക്കാനാ പറഞ്ഞു. വരട്ടെ, ലാൽസല. സലാം. വേണു, 1 മിനിറ്റ്. 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ് നിൽക്കാൻ സമയമില്ല. വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. വഴിയോരം വെയിൽ കായും വനവലരിൻ. വെയിൽ കാഞ്ഞത് മിച്ചം. നോക്കണേ വൈച്ചറേ എടാ പോണെന്നാ. എടാ, കലാകാരന്റെ ജോലി സൃഷ്ടിയാ. അവൻ സൃഷ്ടികർത്താവാണ്. സമൂഹത്തെ അവന്റെ മുമ്പിൽ കൊണ്ടുവരണം. മുതലാളിമാരെ കൊണ്ട് അവന്റെ കാല് പിടിപ്പിക്കണം. വയലിൻ ഗോപാലകൃഷ്ണന്റെ വയലിൻ വായിക്കാൻ അറിയാവുന്ന മകൻ വേണുഗോപാലനാണ് നീ. വിൽക്കണം നിന്റെ സംഗീതത്തെ. വിൽക്കാം. എത്ര കിലോ വേണം സാറിന്? തമാശയല്ലേ വേണു, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. നിന്റെ അച്ഛൻ വലിയ വയലിനിസ്റ്റ് ആയതുകൊണ്ടല്ലേ വയലിൻ ഗോപാലകൃഷ്ണൻ എന്ന പേര് കിട്ടിയത്. ഒരുപാട് പേരെ വയലിൻ വായിച്ച് രസിപ്പിച്ച വലിയ കലാകാരൻ. പക്ഷെ വില പറയാൻ അറിയില്ലായിരുന്നു. നീ വില പറഞ്ഞു വാങ്ങണം. അതൊന്നും വയ്യ എനിക്ക്. സരിഗമേ തുടങ്ങണ്ട, നേരിട്ട് വാതാപി പിടിച്ച് വീഴ്ത്തിട്ടോ. ക്യാപ്സ്യൂൾ മ്യൂസിക്, ഗ്രേറ്റ് മ്യൂസിഷ്യൻ വേണുഗോപാൽ. ഹോട്ടലിൽ വരുന്ന സകല മദാമോരെ സായപ്പന്മാരെ കിണ്ടി കിണ്ടി പെറുക്കിയെടുത്തുകൊണ്ട് നിരത്തി തരാം. എങ്കിൽ ആ ബിസിനസ് ഇവിടെ വെച്ചായിക്കോട്ടെ. നിന്റെ ഓരോ വാതാപിയുടെ കൂടെ എന്റെ ഓരോ പെയിന്റിങ്ങും. അപ്പൊ എന്ത് സോൾ ഓഫ് കേരള? 4 ബാദാബി ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു സോൾ ഓഫ് കേരള ഫ്രീ. അയ്യോ അപ്പച്ചി, അപ്പച്ചി കുന്തമേ. ഓ, അപ്പച്ചി ശബരി ചിറ്റവിനെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചേ? ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ്? ലവ് ഇറ്റ് മിനിമിനി സൈസ്. എന്തു പറ്റി? മോക്ക് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോന്നൊരു സംശയം. സംശയമാണോ? അല്ല, തോന്നുന്നുണ്ട്. മോളുടെ മനസ്സിന്റെ കിളിവാതിലൊരു തട്ട്. അല്ല, നല്ല മുട്ട് തന്നെയാ. തട്ടുമുട്ടും കേട്ട് തുടങ്ങിയോ? എന്നാ പ്രേമിച്ചോ. ശരിക്കും
ചോട്ടെ? ആര്യാ? ഒരു കളിപ്പാട്ടത്തിന്. കളിപ്പാട്ടമോ? മോക്ക് ഒരു കളിപ്പാട്ടത്തിനോട് ഇഷ്ടം തോന്നുന്നു. അത്രേ ഉള്ളൂ. എന്ത് വിലയായാലും അപ്പച്ചി വാങ്ങിച്ചു തരാം. അപ്പച്ചി വാക്ക് മാറരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്.